ഹായ് എവരി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസിനെ കുറിച്ചാണ്. നമ്മൾ പെൺകുട്ടികൾക്ക് പല വീടുകളിലും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ പലപ്പോഴും പെൺകുട്ടികളെ എപ്പോഴും എല്ലാം വെൽക്കമിങ് അല്ല. അതായത് അവരുടെ തിരിച്ചവരുടെ വീട്ടിലേക്ക് വന്നാലും കേൾക്കേണ്ടി വരുന്ന പഴികളും മറ്റ് കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് നിനക്കൊന്നും ജീവിക്കാൻ അർഹതയില്ല എന്ന് വരെ ചിലപ്പോൾ ആളുകൾ പറഞ്ഞു പോയെന്ന് വരാം. ഇത് ഈ അടുത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുത്തുവാക്കുകൾ പറയുമ്പോൾ അയാളൊന്ന് വീണ് കിടക്കുമ്പോൾ അയാളെ കുത്തി നോവിച്ച് എഴുന്നേറ്റ് പറ്റാത്ത രീതിയിൽ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ചിലപ്പോൾ അയാൾ വീണ് പോവായിരിക്കും, ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യായിരിക്കും. പക്ഷേ ചിലപ്പോൾ അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങളുടെ എല്ലാം ഉച്ചസ്ഥായിയിലെത്തുന്ന രീതിയിലായിരിക്കും. നമ്മളുടെ ചുറ്റും ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ്. തിരിച്ചെങ്ങോട്ട് പോകും, ഭർത്താവിൻ്റെ വീട്ടിലെ ഇഷ്യൂസാണ്, മക്കളുണ്ട്, ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകും എന്നോർത്ത് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ മരണത്തെ വരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മരണം ഒന്നിനും ഒരു ഉത്തരമല്ല. നമ്മൾക്ക് ജീവൻ കൊടുക്കാൻ ശക്തിയുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക തന്നെ വേണം. ഇപ്പം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും ന്യൂസുകളിൽ കാണുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ ബേസിക്കായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പണം എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളത് മനസ്സിലാക്കുക. പലർക്കും അവരുടെ സ്ത്രീധനമായി കിട്ടിയിരിക്കുന്ന തുക ഭർത്താക്കന്മാരുടെ വീടുകളിലേക്കും സഹായത്തിന് നൽകി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തിരിച്ച് വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നു വിടേണ്ടതൊക്കെ തന്നു വിട്ടു, നീ കൊണ്ട് കളഞ്ഞിട്ടല്ലേ എന്ന കുത്തുവാക്ക് സ്വന്തം വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അതെനിക്ക് അർഹതപ്പെട്ടതാണ്, അത് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്തു എന്ന് പറയുന്ന ഭർത്താക്കന്മാരും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പണം, നിങ്ങളുടെ സമ്പത്ത് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ അറിയായിരിക്കും, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ടാകും. എന്നാൽ നിങ്ങൾ എക്സാമുകൾ എഴുതുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷകൾ എഴുതുക, ജീവിതത്തിൽ മുന്നേറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ട്, എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നേറുക. ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങുക. നമ്മളുടെ പണം സൂക്ഷിക്കാൻ മണി മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള പീരീഡിൽ നമുക്കത് കടന്നു പോകും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആരും ഉണ്ടായെന്ന് വരില്ല. മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തില്ല. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ജീവിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കാം, എന്തായിക്കോട്ടെ, നിങ്ങൾക്കൊരു കാരണം ഉണ്ടായാൽ മതി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. നിങ്ങൾ മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം മരിക്കാൻ സുഖമാണ്, ജീവിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുത്തുവാക്കുകൾ, ഭർത്താവായിക്കോട്ടെ, സ്വന്തം പാരൻസ് ആയിക്കോട്ടെ, കൂടപ്പിറപ്പുകളായിക്കോട്ടെ, അമ്മായിമ്മ ആയിക്കോട്ടെ, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട്, ജീവിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ നിങ്ങൾ തേടിയെടുക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെങ്ങനെ പറഞ്ഞു, മറ്റുള്ളവർ കുത്തി നോവിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം സ്വന്തം ജീവിതത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിൽക്കുന്നത് അത്രയും ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള അതായത് ഒരുപാട് കുറ്റവും കുറവും ശാരീരിക ഉപദ്രവങ്ങളും ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുക. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ബാക്കിയൊന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തും ആയിക്കോട്ടെ, പക്ഷെ ഒരേ ഒരു കാര്യം, യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. ഇത് ഒരു അനുഭവസ്ഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളൊരു കാര്യം വിചാരിച്ച് നമ്മളതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ളവർ നമ്മളെ ചവിട്ടി അരയ്ക്കുമ്പോൾ നമ്മളത് വീണ് കൊടുക്കാൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നാളെ മക്കളുടെ ഭാവി ഓർത്ത് എല്ലാം സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയാൽ അവർക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല.
അവരുടെ ലൈഫ് അവർ വീണ്ടും എൻജോയ് ചെയ്യും.